ആത്മഹത്യക്ക് തൊട്ട് മുൻപ് തിരുമല കൗൺസിലർ അനിൽകുമാർ തന്നെ വന്നു കണ്ടെന്ന് സ്ഥിരീകരിച്ച് ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റിന്റെ അനുശോചനക്കുറിപ്പ് 2 ദിവസം മുൻപ് കാണുകയും സംസാരിക്കുകയും ചെയ്തെന്ന് രാജീവ് ചന്ദ്രശേഖറിന്റെ അനുശോചനക്കുറിപ്പിൽ പറയുന്നു. FB പോസ്റ്റിൽ വ്യാപക പ്രതിഷേധവും വിമർശനവുമായി ബി.ജെ.പി. പ്രവർത്തകർ രംഗത്ത് വന്നു. കന്യാസ്ത്രീകളെ രക്ഷിക്കാൻ സമയമുള്ള പ്രസിഡന്റിന് പ്രവർത്തകരുടെ കാര്യം നോക്കാൻ സമയമില്ല എന്നതടക്കം വിമർശനമുയരുന്നുണ്ട്. വിജിൻ വായാന്തോടെ വിശദാംശങ്ങൾ. വിജിൻ, അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ അദ്ദേഹം പറയുന്നത് തൻ്റെ വിഷമം നേതൃത്വത്തെ അറിയിച്ചെങ്കിലും അതിന് തീരുമാനമുണ്ടായില്ല, സാമ്പത്തിക പ്രതിസന്ധി മുഴുവൻ താൻ ഒറ്റയ്ക്ക് ഏറ്റെടുക്കേണ്ടി വന്നു എന്ന വിഷമത്തിന് പുറത്താണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത്. അത് സ്ഥിരീകരിക്കുന്ന രീതിയിൽ ഒരു അനുശോചനക്കുറിപ്പ് പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ ഇടുമ്പോൾ അത് ഏതെല്ലാം നിലക്ക് ഈ കുറ്റം ഏറ്റുപറയുന്നുണ്ട്? തൊട്ടുപിന്നാലെ ബി.ജെ.പി. പ്രവർത്തകരുടെ തന്നെ വിമർശനം എങ്ങനെയാണ്? സൈഫുദ്ദീൻ, തിരുവനന്തപുരത്ത് വലിയ തരത്തിലുള്ള പ്രതിഷേധവും വലിയ തരത്തിലുള്ളൊരു അമർഷവും ഒക്കെയാണ് ബി.ജെ.പിക്കുള്ളിൽ ഇക്കാര്യത്തിൽ പുകയുന്നത്. ഈ ആത്മഹത്യാക്കുറിപ്പിൽ നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇക്കാര്യത്തിൽ താൻ പലരെയും സമീപിച്ചിരുന്നു. സാമ്പത്തിക പ്രയാസവുമായി ബന്ധപ്പെട്ട് ഈ സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട പ്രയാസമാണ് തനിക്ക് ഉണ്ടായത്. അതിൻ്റെ ഭാഗമായി അത് താൻ ഉണ്ടാക്കിയതല്ല, അതിൻ്റെ ഭാഗമായി തീർക്കാനുള്ള പലതരത്തിലുള്ള ശ്രമങ്ങളും താൻ നടത്തി. പല നേതാക്കളോടും ഈ കാര്യം ആവശ്യപ്പെട്ടിരുന്നു. ഇതിൽ സഹായിക്കണമെന്നുള്ള സഹായം ആവശ്യപ്പെട്ട് പലരെയും കണ്ടിരുന്നു. പക്ഷേ അതിലൊന്നും സഹായം ലഭിക്കാതെ വന്നതോടെ നിരാശനായാണ് ഈ തിരുമല അനിൽ ആത്മഹത്യ ചെയ്യുന്നത്. ഇതിലാണ് കുറച്ച് മുമ്പ് രാജീവ് ചന്ദ്രശേഖർ ഇട്ട ഒരു അനുശോചനക്കുറിപ്പിൽ ഇക്കാര്യം കൂടി വ്യക്തമാക്കുന്നത്. അതായത് 2 ദിവസം മുമ്പ് തന്നെ അനിൽകുമാർ വന്ന് കണ്ടിരുന്നു. തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാവും എല്ലാ പ്രവർത്തനങ്ങളിലും കൂടെ ഉണ്ടാകുന്ന ആളുമാണ് അനിൽകുമാർ എന്നുള്ളതാണ് പറയുന്നത്. ഇക്കാര്യത്തിൽ അനിൽകുമാറിന്റെ അടുത്ത സുഹൃത്തുക്കൾ, ഒപ്പം തന്നെ ബി.ജെ.പിയിലെ ഒരു വിഭാഗം നേതാക്കളൊക്കെ പറയുന്നത് രാജീവ് ചന്ദ്രശേഖരനോട് ഏറ്റവും അവസാനമായി തന്നെ സഹായിക്കണമെന്ന ആവശ്യവുമായി അദ്ദേഹം പോയതാണ്. സഹായിക്കാം, പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്നുള്ള മറുപടിയാണ് അദ്ദേഹം നൽകിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി ഏകദേശം 2 മാസത്തിൽ കൂടുതലുണ്ട്. അത്രയും സമയം കാലപരിധിയിൽ പിടിച്ചു നിൽക്കാൻ തനിക്ക് ആകില്ല എന്നുള്ള മനോവിഷമമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് അടുത്ത സുഹൃത്തുക്കളും അടുത്ത ബി.ജെ.പി. നേതാക്കളും പ്രവർത്തകരുമൊക്കെ ഇപ്പോൾ പറയുകയും ചെയ്യുന്നത്. അത് സ്ഥിരീകരിക്കുന്ന നിലയിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റും ഒപ്പം തന്നെ അതിനുശേഷം ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വന്നുകൊണ്ടിരിക്കുന്ന കമന്റും ആ അർത്ഥത്തിൽ തന്നെയാണ്. കാരണം കന്യാസ്ത്രീകളെ സഹായിക്കാൻ സമയമുണ്ട്, ബി.ജെ.പി. നേതാവിനെ സഹായിക്കാൻ സംസ്ഥാന അധ്യക്ഷന് സമയമില്ല എന്നുള്ള നിലയിലുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ കമന്റായി വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. വലിയ തരത്തിലുള്ള വിമർശനവും അമർഷവും ആണ് ആ കമന്റുകളിൽ മുഴുവൻ നിറയുകയും ചെയ്യുന്നത്. എന്തായാലും ബി.ജെ.പി. ഒരു സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയായി വളരും, ഭരണം പിടിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരു വലിയ സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന ഒരു നേതാവിൻ്റെ കൈകളിൽ കൂടി എത്തിയ സാഹചര്യത്തിലാണ് സാമ്പത്തിക പിരിമുറുക്കത്തിൻ്റെ പേരിൽ, സാമ്പത്തികമായ ബാധ്യതകളുടെ പേരിൽ ഒരു നേതാവിന് ആത്മഹത്യ ചെയ്യേണ്ടത് വരുന്നത്. അതും ഒരു തിരുവനന്തപുരം പോലൊരു കോർപ്പറേഷനിലെ കൗൺസിലർ കൂടിയാണ് അദ്ദേഹം ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം പലരോടും പരാതി പറഞ്ഞു. ഈ ബി.ജെ.പിയുടെ പേരിൽ തന്നെ തുടങ്ങിയ, ബി.ജെ.പിയുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ സഹകരണ സംഘമാണ് അത്രയും പ്രതിസന്ധിയിലേക്ക് പോയത്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ താൻ ഇതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതിനുമൊക്കെ മുമ്പേ തന്നെ ഉണ്ടായിരുന്ന സാമ്പത്തിക ബാധ്യതകളാണ്, അത് തൻ്റെ കാലത്ത് ഉള്ളതല്ല എന്ന് ബോധ്യപ്പെടുത്താൻ, എന്ന് മനസ്സിലാക്കിക്കാൻ പലതരത്തിലുള്ള ശ്രമവും അനിൽകുമാറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും വിലപ്പോവാതെ വന്നതോടെ തന്നെ സഹായിക്കാൻ ഇനി ആരുമില്ല എന്ന് മനസ്സിലാക്കിയതോടെയാണ് ഈ ആത്മഹത്യയിലേക്ക് അനിൽകുമാർ എത്തുന്നത്. അതിൽ ഏറ്റവും അവസാനത്തെ ഒരു കച്ചിത്തുരുമ്പായി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ കൂടി കണ്ടിരുന്നു എന്നുള്ളത് ബോധ്യപ്പെടുത്തുന്ന, എന്ന് സ്ഥിരീകരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ഭാഗത്തുനിന്നും വരുന്നത്. അതിന് താഴെ വരുന്ന കമന്റിലെ വിമർശനവും ഈ കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നതുമാണ്. സൈഫുദ്ദീൻ. വിജിൻ വായാന്തോട്, തിരുവനന്തപുരം.